ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ മുചുകുന്ദ മോക്ഷമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭൗതിക ഗുണങ്ങളെ കൊണ്ട് സത്വം, രജസ്, തമസ്, ഈ മൂന്ന് ഗുണങ്ങളുടെ പ്രഭാവം പ്രകൃതിയിലുണ്ട്. അത് മനുഷ്യ ശരീരത്തിലും അവൻ്റെ സ്വഭാവത്തിലും എല്ലാം പ്രകടമാകുന്നു എന്നും രജസിൻ്റെയും തമസിൻ്റെയും മിശ്രണത്തിൽ കഴിയുന്ന ഒരാൾ ഭൗതിക ലോകത്തിൽ സുഖം കണ്ടെത്താനുള്ള ഉദ്യമത്തിന് പ്രേരകമായിട്ട് പലതരം കാമ അഭിലാഷങ്ങളുടെയും വൃത്തികളുടെയും ഉത്തേജനത്തിന് വിധേയമാകും. ഈ ശരീരം കൊണ്ട് മനുഷ്യരെല്ലാവരും ചെയ്യുന്നത് അവിദ്യാദി ദോഷങ്ങളെ ഉണ്ടാക്കുന്നതായ, അതിന് പ്രേരണ നൽകുന്ന നമ്മുടെ സ്വഭാവത്തിലുള്ള സത്വരജ തമോ ഗുണങ്ങളിൽ തന്നെ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും മിശ്രിത ഭാവമാണ് സ്വഭാവത്തിൽ അധികവും പ്രകടമാകുന്നത്. അതിൽ നിന്ന് ശാരീരികമായിട്ടും ഇന്ദ്രിയമായിട്ടുള്ള ഭൗതിക ലോകത്തിൽ സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ് കൂടുതൽ മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും സകലവിധ വൃത്തികേടുക്കും ഈ മാലിന്യ കുമ്പാരമാകുന്ന ശരീരത്തെ ഉപയോഗപ്പെടുത്തും. ഭൗതിക ഗുണമായ സത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, എന്നാൽ സത്വഗുണത്തെ, രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിച്ച് സാത്വിക ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവർ തൻ്റെ ഈ പറയുന്ന രജോ തമോ ഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതായ സകലവിധ ദോഷങ്ങൾക്കും കാരണമാകുന്ന ആ സ്വഭാവത്തിൽ നിന്ന്, ഭൗതിക സ്വഭാവത്തിൽ നിന്ന് പവിത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള തപോനിഷ്ഠ തന്നെ ചെയ്യുന്നവരായിരിക്കും. അത് സ്വയം പവിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥ ബ്രാഹ്മണത്വത്തിൻ്റെ വിധാനത്തിൽ ഉള്ളവർ ഭഗവത് സത്വത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ഭക്തിയുടെ പ്രഭാവം നമ്മളിൽ തുടങ്ങുന്നത് പോലും ഈ പവിത്രീകരണമാണ്. അതിനാൽ നിർമ്മലമായ കൃഷ്ണ അവബോധത്തിൽ എത്തുന്നവർ സദാ എല്ലാ ഭൗതിക ഗുണങ്ങളിൽ നിന്നും മുക്തരായിരിക്കും. പ്രിയപ്പെട്ട രാജൻ, അങ്ങ് ഭക്തിമാർഗത്തിൽ എത്രമാത്രം പുരോഗതി നേടിയിട്ടുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങയ്ക്ക് ഏത് വരം വേണമെങ്കിലും നൽകാമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങ് നിർമ്മല ഭക്തരുടെ വിധാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസരം നൽകിയിട്ടും അങ്ങ് അതൊന്നും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അങ്ങയുടെ പക്വതയാണ്. കാരണം ഭൗതിക ലോകത്തിലെ അത്യാഗ്രഹമോ കാമാസക്തിയോ നിറഞ്ഞ അഭിലാഷങ്ങളൊന്നും അങ്ങയുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച് സ്വയം ഉദ്ധരിക്കാൻ ശ്രമിക്കുകയും പ്രാണായാമത്തിലൂടെ എന്നെ ധ്യാനിക്കുകയും ചെയ്യുന്ന യോഗികൾ ഇത്രയ്ക്കൊന്നും ഭൗതിക അഭിലാഷങ്ങളിൽ നിന്ന് മുക്തന്മാരല്ല. ഇനി യോഗസാധനങ്ങൾ ചെയ്യുന്നവർ പോലും അങ്ങയുടെ അവസ്ഥയിലേക്ക് എത്താത്തിടത്തോളം, കാരണം അതായത് അന്ധകരണശുദ്ധിയും വിവേകവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ അഷ്ടാംഗയോഗം അനുസരിക്കുന്ന ബ്രഹ്മജ്ഞാനികൾക്ക് പോലും ഈ സ്വഭാവം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ഈ ഭൗതികമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ സാധിക്കാതെ വരുന്നതാണ് ഭഗവാൻ പറയുന്നത്. പ്രലോഭനമുണ്ടാകുന്ന നിമിഷങ്ങളിൽ ഇത്തരം യോഗികൾ പോലും ഭൗതിക വിധാനത്തിലേക്ക് വീണ്ടും പതിക്കാൻ ഇടവരും. അതിന് അനേകം ഉദാഹരണങ്ങളുമുണ്ട്. ഈ ഭഗവാന്റെ ഈ പ്രസ്താവനത്തെ ശരിവയ്ക്കുന്ന ഏറ്റവും പ്രകടമായ ഉദാഹരണം വിശ്വാമിത്ര മുനിയാണ്. പ്രാണായാമം ശീലിച്ചിരുന്ന മഹായോഗിയായിരുന്ന വിശ്വാമിത്ര മുനി സ്വർഗത്തിൽ നിന്നെത്തിയ മേനക എന്ന നൃത്തക്കാരിയെ അദ്ദേഹത്തെ സന്ദർശിച്ചതോടെ തനിക്ക് സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. അവളിൽ ശകുന്തള എന്നൊരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വേശ്യകളുടെ ഇത്തരത്തിലുള്ള അനേകം മോഹിപ്പിക്കലുകൾ ഉണ്ടായിട്ടും നിർമ്മല ഭക്തനായ ഹരിദാസ ഠാക്കൂറിന് തരിമ്പും ഇളക്കമുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് രണ്ട് ഇത്തരത്തിലാണ്. ബ്രഹ്മചാരി ആയിരുന്നാലും അഷ്ടാംഗമൊക്കെ അനുസരിച്ച് മനസ്സിനെ പക്വത വരുത്തി ജ്ഞാനം നേടിയാലും സത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാർ പോലും ഏത് നിമിഷവും നിബന്ധിക്കുമെന്നാണ് പറഞ്ഞു. അധപ്പതനത്തിലേക്ക് പോകും. കാരണം ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മവാസനകൾ പൂർണ്ണമായിട്ട് വിടാതിരിക്കുകയും
ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ പെടുന്ന സമയത്ത് ഏത് സമയവും യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവരും എന്ന് ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനി ആയിരുന്നാലും ചില ജന്മവാസനകളും കർമ്മവാസനകളും പൂർണ്ണമായിട്ട് കഴുകിക്കളയാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സുദൃഢമായ ഒരു തപോനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുചുകുന്ദന് ഉദാഹരണം പറയുകയാണ്. കാരണം ഇത്രയൊക്കെ പ്രേരണ ഉണ്ടാക്കിയിട്ടും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരൻ ചോദിക്കാൻ പറഞ്ഞിട്ടും മുചുകുന്ദൻ അതിലൊന്നും വഴങ്ങിയില്ല. എനിക്ക് മോക്ഷം മതി എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞൊരു എന്ത് വേണേലും ഞാൻ സാധിപ്പിച്ചു തരാം. അതാണ് യോഗക്ഷേമം. നമുക്ക് ഭൗതിക നേട്ടങ്ങളാണ് യോഗക്ഷേമം എന്ന് വിചാരിക്കുന്നവരാണ് അധികം ഭക്തരും എന്നർത്ഥം. അപ്പം അതിനപ്പുറം യഥാർത്ഥ ആ ജ്ഞാനം ലഭിച്ചാൽ പോലും, അപ്പം അതിന് ഭഗവാൻ ഉദാഹരണം തന്നെ പറയാണ്. ഇത്രയധികം തപോനിഷ്ഠ കൊണ്ട് നേടിയ ഒരു മഹാമുനി ഋഷീശ്വരനായിരുന്നു വിശ്വാമിത്ര മഹർഷി. ആ വിശ്വാമിത്ര മഹർഷി അഷ്ടാംഗ യോഗമൊക്കെ അലിസിച്ച് ബ്രഹ്മജ്ഞാനിയായി മാറിയ ആളാണ്. പക്ഷേ സ്വർഗത്തിൽ നിന്നെത്തിയ മേനക എന്ന നൃത്തക്കാരി അദ്ദേഹത്തെ സന്ദർശിച്ചതോടെ മുനിക്ക് സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഏത് ജന്മവാസനകളെയും ഉണർത്തിക്കൊണ്ടുവരുവാൻ തുടങ്ങിയ ഭൗതികമായിട്ടുള്ള ഏത് വസ്തുവോ ഇല്ലെ വ്യക്തികളോ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ചിലപ്പോൾ ഭ്രമിച്ചു പോകും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളിൽ സമ്പർക്കമുണ്ടായാൽ അത് കൂടുതൽ വ്യതിചലിക്കാൻ ഇടവരുന്നതാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ശകുന്തള എന്നൊരു സന്താനത്തെ ഉണ്ടായതായിട്ടും ഭഗവാൻ ഉദാഹരണം പറയുന്നു. എന്നാൽ അതുപോലെ തന്നെയാണ് ചില ആൾക്കാരെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള വേശികളുടെ ഇത്തരത്തിലുള്ള അനേകം മോഹിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഉണ്ടായിട്ടും നിർമ്മല ഭക്തനായിരിക്കുന്ന ഹരിദാസൻ എന്ന ഠാക്കൂറിന് തുരുമ്പും വിളക്കമുണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തുടർന്നു പറഞ്ഞു, പ്രിയപ്പെട്ട രാജൻ, അതിനാൽ അങ്ങ് സദാ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ സഹായകമാകുന്ന ഒരു സവിശേഷമായ വരം ഞാൻ നൽകുന്നു. ഇപ്രകാരം ത്രിഗുണങ്ങളാൽ മലിനപ്പെടാതെ ഈ ഭൗതിക ലോകം തരണം ചെയ്യാൻ അങ്ങയ്ക്ക് സാധിക്കും. ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന യഥാർത്ഥ കൃഷ്ണ അവബോധത്തിലുള്ള വ്യക്തി ഒരിക്കലും ഭൗതിക ഗുണങ്ങളുടെ മാലിന്യങ്ങൾക്ക് വിധേയനാകുകയില്ല എന്ന് ഭഗവാൻ ഈ പ്രസ്താവം സ്ഥിരീകരിച്ചു തരുന്നു. അപ്പം നമ്മൾ ഈ ഭക്തിയുഗത സേവനത്തിൽ നിരന്തരം ലഭിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവർക്ക് പോലും ഇത്തരത്തിലുള്ള പ്രേരണകൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ട് ഭൗതിക നേട്ടങ്ങൾ എന്താ വേണ്ടേ, എന്താ വരം വേണ്ടേ എന്നുവരെ ചിലപ്പോൾ ചോദിച്ചു എന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഉദാഹരണമാണ് അർജുനൻ 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ ഭഗവാൻ ോട് ആവശ്യപ്പെടുന്നത്. കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവകവച്ചാമിത്താൻ ധർമ്മസുമൂഢ ചെയ്ത ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാന്തമാണ്. അവിടെ സ്വഭാവ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകാത്മക ഭാവമാണ്. എനിക്ക് ഭൗതിക നേട്ടങ്ങളൊന്നും വേണ്ട, എന്നാൽ ശ്രേയസ്കരമായിട്ടുള്ള ഉപദേശം നൽകണം, ഇല്ലേ മാർഗദർശനം നൽകണം. അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു പറയും. ആ ശരണം പ്രാപിക്കാനുള്ള യോഗ്യത എങ്ങനെയാണ് ലഭിച്ചത്? ആദ്യം തന്നെ ഭഗവാനോട് പറഞ്ഞു, നാകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനി ച കിന്നോ രാജ്യേന ഗോവിന്ദ. ഈ ഭൗതിക നേട്ടങ്ങളൊക്കെ എന്തൊക്കെ എനിക്ക് നേടിയാലും വിജയം വരിച്ചാലും അതിൽ നിന്ന് ഭൗതിക നേട്ടങ്ങൾ എന്തൊക്കെ ലഭിച്ചാലും അതൊക്കെ ഒരിക്കലും ശാശ്വതമായ സുഖവും ശാന്തിയും, നേരായ മാർഗത്തിൽ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അത് പിന്നീട് ദുഃഖഹേതുക്കളായിട്ട് മാറും. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് ഒന്നോടെ സ്പഷ്ടീകരിക്കുകയാണ് 2-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൽ. അങ്ങ് എന്ത് തന്നെ ഭൗതിക നേട്ടങ്ങൾ എനിക്ക് നൽകാം, ഈവൻ ഇന്ദ്ര പദവി തന്നെ നൽകാമെന്ന് പറഞ്ഞാലും ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ടിട്ട് പ്രവർത്തിക്കാനും തയ്യാറില്ല എന്ന് അർജുനൻ പറയുന്നു. ഇതാണ് കൃഷ്ണ അവബോധത്തിലുള്ള ഒരു ഭക്തന്റെ ലക്ഷണമാണ് ഈ ഒരു ഘട്ടത്തിൽ. എന്നിട്ടും ഇത്രയൊക്കെ ചെയ്ത് യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ടും ഭൗതികതയിലേക്ക് തിരിച്ചു പോകുന്ന അർജുനന്റെ സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. എന്നാലും കൃഷ്ണ അവബോധത്തെ തന്നെ വർത്തിച്ചുകൊണ്ട് അനായാസന ജീവിതം നയിക്കുന്നതും ഭഗവാൻ സ്വധാമം വിട്ടു പോകുന്ന അവസരത്തിൽ ഭഗവാന്റെ ഭക്തരെ രക്ഷിക്കാനുള്ള അവസരം ലഭിക്കുന്നതും അതിനുള്ള നിർദ്ദേശം നൽകുന്നതും അതിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് അവർക്കൊക്കെ ഒരു പുനരധിവാസം നൽകാനും അർജുനെ കൊണ്ട് സാധിച്ചു എന്നർത്ഥം. ഈ മനുഷ്യന്റെ സ്വഭാവത്തിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് ഗീതോപദേശം തന്നെ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഇവിടെ ഭഗവാൻ
മുചുകുന്ദനോട് എടുത്തു പറയുന്ന കാര്യങ്ങൾ എടുത്തു പറയുന്നു. അങ്ങയ്ക്ക് ഈ പറയുന്ന ചഞ്ചലാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള, അതായത് എന്നെ പ്രാപിക്കാൻ, എന്നെ തന്നെ നിരന്തരം ചിന്തിക്കാൻ സഹായകമാകുന്ന ഒരു സവിശേഷമായ വരം ഞാൻ നൽകാം. ഇതാണ് തൈഷാമേകം അനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമനാശയന്മാത്മഭാവസ്തു ജാനദീപേന ഭാസത എന്ന് ഗീതയിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ എപ്പോൾ ഇത്തരത്തിലൊരു സവിശേഷമായ അനുഗ്രഹം കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ അനുകമ്പ ഒരു ഭക്തനോടുണ്ടാകുന്നോ അപ്പോൾ ഈ സവിശേഷമായ അനുഗ്രഹം അവന് കൊടുക്കും എന്നർത്ഥം. അപ്പോൾ പിന്നെ ആധ്യാത്മികമായ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന യഥാർത്ഥ കൃഷ്ണ അവബോധത്തിലുള്ള വ്യക്തി ഒരിക്കലും ഭൗതിക ഗുണങ്ങളിലോ ഇല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മാലിന്യങ്ങൾക്ക് വിധേയമാകുകയില്ലെന്നും ഭഗവാന്റെ ഈ പ്രസ്താവം സ്ഥിരീകരിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് ഭഗവാന്റെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മളിൽ അന്ധകരണശുദ്ധിയും വിവേകവും ഉണ്ടാകുന്ന സമയത്ത് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗവും നമുക്ക് ലഭിക്കും. ആ പാത്രത വന്നു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മുടെ അന്തര്യാമി ആയിരുന്നുകൊണ്ട് നമ്മൾ അന്ധതയുടെ അന്ധകാരത്തിൻ്റെ അജ്ഞാനത്തിൻ്റെ പ്രതീകാത്മകമായിരിക്കുന്ന ആ കവചത്തെ ഭേദിച്ച് ജ്ഞാനത്തിൻ്റെ ദീപം പ്രകാശിപ്പിച്ച് നമ്മളെ യഥാർത്ഥത്തിൽ മുക്തിമാർഗത്തിലേക്ക്, ജീവൻ മുക്തഭാവത്തിലേക്ക് ഉയർത്തും എന്നാണ് പറയുന്നത്. ഭഗവാൻ വീണ്ടും തുടർന്ന് പറഞ്ഞു, അങ്ങ് ക്ഷത്രിയനാകയാൽ നായാട്ടിലും രാഷ്ട്രീയമായ ഇടപെടലുകളും ജന്തുഹിംസ എന്ന അപരാധം അങ്ങ് ചെയ്തിട്ടുമുണ്ട്. ശുദ്ധീകരിക്കപ്പെടാനായിക്കൊണ്ട് ഭക്തിയോഗത്തിൽ സ്വയം മുഴുകി മനസ്സ് സദാ എന്നിൽ ആമഗ്നനാക്കുക. ഇത്തരം അധർമ്മകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് വളരെ വേഗം അങ്ങ് മുക്തനായിത്തീരും. നായാട്ടിലും മറ്റും മൃഗങ്ങളെ കൊല്ലാൻ ക്ഷത്രിയർക്ക് അനുവാദമുണ്ടെങ്കിലും അവർ മറ്റ് പാപകർമ്മങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് മുക്തരാകുന്നില്ലെന്ന് ഈ പ്രസ്താവനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിനാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ എന്നത് വലിയ കാര്യമൊന്നുമല്ല. സ്വയം ഭവൽ സേവനത്തിൽ പൂർണ്ണമായിട്ട് മുഴുകി പൂർവജന്മത്തിലെ പാപകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് മുക്തനാകാനായിക്കൊണ്ട് എല്ലാവരും സ്വയം ജീവിതത്തിൻ്റെ അന്ത്യദിശയിൽ സന്യാസം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും എന്നർത്ഥം. ഇവിടെ ഭഗവാന്റെ ഉപദേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മനുഷ്യ ജന്മത്തിൽ അത് സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഏത് തരത്തിലായാലും പിന്നെ മനുഷ്യജാതിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ബാധകമായ ഒരു ഉപദേശമാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത്. അതുകൊണ്ട് എത്ര തന്നെ ഏത് കുലത്തിൽ ജനിച്ചാലും വേണ്ടില്ല, അറിഞ്ഞോ അറിയാതെയോ ഇത്തരം അധർമ്മകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് വളരെ വേഗം മുക്തനാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏത് തരത്തിൽ പ്രവർത്തിച്ചാലും, എത്ര ശുദ്ധനായിട്ട് പ്രവർത്തിക്കുന്നവനായാലും കർമ്മങ്ങളുടെ മാലിന്യത്താൽ, അതാണ് കർമ്മങ്ങളിൽ എല്ലാ കർമ്മങ്ങളിലും ദോഷമുണ്ടെന്ന് പറയാൻ കാരണം, നിന്ന് മുക്തരാകുന്നില്ലെന്നതാണ് പ്രസ്താവന. അപ്പം എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ അറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതായ മാലിന്യങ്ങളുടെ അല്ലെങ്കിൽ കർമ്മവാസനയുടെ ബലത്താൽ അറിഞ്ഞോ അറിയാതെയൊക്കെ കർമ്മങ്ങളിൽ ദോഷലിപ്തമായിരിക്കുന്നതിൽ പാപകർമ്മങ്ങൾ അറിയാതെ ചെയ്യാനിടവരും എന്നർത്ഥം. അത് കർമ്മങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനാകുന്നില്ല എന്ന പ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കുകയും വേണം. അതിനാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഏത് കുലത്തിൽ ജനിച്ചാലും വേണ്ട, സ്വയം ഭഗവത് സേവനത്തിൽ പൂർണ്ണമായിട്ടും മുഴുകി പൂർവ്വജന്മത്തിലെ പാപകർമ്മങ്ങൾ ഫലങ്ങളിൽ നിന്ന് മുക്തനാകാനായിക്കൊണ്ട് എല്ലാവരും ജീവിതത്തിൽ അന്ത്യദിശ വരെ ശ്രമിക്കുകയും വേണം. അതിൻ്റെ 4 ഘട്ടങ്ങൾ കടന്ന് സന്യാസം വരെ സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ ധർമ്മം എന്നാണ് പറയുന്നത്. സന്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം മാറലല്ല എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ചിന്ത, വാക്ക്, പ്രവൃത്തി ഇത് പൂർണ്ണമായിട്ട് നസിക്കുക, അഥവാ സകലതിനെയും നസിക്കുക, ദേഹബോധത്തിൽ നിന്ന് കൃഷ്ണ അവബോധത്തിലേക്ക് ഉയരുക. അതാണ് യഥാർത്ഥത്തിൽ സന്യാസം. ഇത് ജീവിതത്തിൻ്റെ അന്ത്യകാലത്തെങ്കിലും ആർക്കെങ്കിലും സാധിക്കുന്നോ യേഷാം ബ്രാഹ്മി സ്ഥിതി പാർട്ടാൻ അയനാം പ്രാപ്യ മുഖ്യതി ദിത്വാസ്യാം അന്ധകാലേവി ബ്രഹ്മനിർമ്മാണം വൃച്ചതി എന്ന ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും തുടർന്ന് പറഞ്ഞു, ബ്രാഹ്മണരിൽ വെച്ച് ശ്രേഷ്ഠനായ 1ാം കിട വൈഷ്ണവനായിട്ടായിരിക്കും അങ്ങയുടെ അടുത്ത ജന്മം. അപ്പം ഇനി അനന്തരഗതിയും കൂടെ മുചുകുന്ദന് ഭഗവാനും പറഞ്ഞു കൊടുക്കുകയാണ്. യാസ് ജീവിതത്തിൽ എൻ്റെ അതീന്ദ്രിയ സേവനത്തിൽ നിരതനായിരിക്കുക എന്നത് മാത്രമായിരിക്കും അങ്ങയുടെ കർത്തവ്യം എന്ന് ഭഗവാൻ മുചുകുന്ദന് ഉറപ്പ് കൊടുത്തു. വൈഷ്ണവനാണ് ഉത്തമ ബ്രാഹ്മണൻ. എന്തെന്നാൽ ഉത്തമ ബ്രാഹ്മണന്റെ സദ്ഗുണങ്ങൾ നേടാത്ത ഒരാൾക്ക് വൈഷ്ണവന്റെ വിധാനത്തിലേക്ക് ഉയരാനാവുകയില്ല. വൈഷ്ണവന്റെ വിധാനത്തിലെത്തുമ്പോൾ ഒരാൾ എല്ലാ ജീവാത്മാക്കളുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തീർത്തും മുഴുകിയിരിക്കും.
ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേമപ്രവർത്തനം കൃഷ്ണ അവബോധ പ്രചരണമാണ്. ഭഗവാന്റെ സവിശേഷ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും കൃഷ്ണ അവബോധം ഉള്ളവരാകാൻ സാധിക്കുമെന്ന് അവർ വൈഷ്ണവ ദർശനത്തിൻ്റെ പ്രചരണത്തിൽ സദാ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ. ഇനി മുചുകുന്ദൻ ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് എന്താ? ഇതുവരെയുള്ള ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള സകല ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഈ പറയുന്ന താപത്രയ മാലിന്യങ്ങളിൽ നിന്ന് നിർമുക്തനാക്കുന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ടും അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഭഗവത് പ്രാപ്തിക്ക് ശ്രേഷ്ഠമായ ഒരു പദത്തിലേക്ക് മുചുകുന്ദൻ എത്തുന്നില്ല എന്നും അതിനെ യോഗ്യത നേടാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഒന്നാംഗണ വൈഷ്ണവനായിട്ടായിരിക്കും അങ്ങയുടെ അടുത്ത ജന്മം എന്നുകൂടി ഭഗവാൻ വിധിയെടുത്തുന്നു. അത് ഈ മുചുകുന്ദനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ജീവിതത്തിൽ അഥവാ അടുത്ത ജന്മത്തിൽ എൻ്റെ അതീന്ദ്രിയ സേവനത്തിൽ നീ നിരതനായിരിക്കുക എന്നത് മാത്രമായിരിക്കും അങ്ങയുടെ കർത്തവ്യം എന്ന് ഭഗവാൻ മുചുകുന്ദന് ഉറപ്പ് കൊടുത്തു. വൈഷ്ണവനാണ് ഉത്തമ ബ്രാഹ്മണൻ. എന്തെന്നാൽ ബ്രഹ്മജ്ഞാനിയായ ആ ഉത്തമ ബ്രാഹ്മണന്റെ സദ്ഗുണങ്ങൾ നേടാത്ത ഒരാൾക്ക് വൈഷ്ണവന്റെ വിധാനത്തിലേക്ക് ഉയരാനുമാകുകയില്ല എന്ന് പറയുന്നു. വൈഷ്ണവന്റെ വിധാനത്തിലെത്തുമ്പോൾ എല്ലാ ജീവാത്മാക്കളുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവൻ സ്വയം നിരതനാകുകയും ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേമപ്രവർത്തനം കൃഷ്ണ അവബോധത്തിൽ പ്രവർത്തിക്കുക, അങ്ങനെ അനായാസന ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സദാ ഭഗവാനെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു വൈഷ്ണവ ബ്രാഹ്മണന്റെ കർത്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. 51-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.